SSLCക്ക് ഇത്തവണ 99.69% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 71,831 കുട്ടികൾ ഫുൾ A+ നേടി. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും അധികം വിജയ ശതമാനം. കുറവ് തിരുവനന്തപുരത്താണ്. അത് ചെറിയ വ്യത്യാസവുമാണ്. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലാണ്. TS ഹരികൃഷ്ണ ആദ്യം ഈ ഫലപ്രഖ്യാപനത്തിന്റെ വിവരങ്ങൾ നൽകും. ഹരി, മികച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള മികച്ച വിജയം കരസ്ഥമാക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയൊരു കുറവാണ്. ഇപ്പോൾ ജില്ലകളുടെ അടിസ്ഥാനം നോക്കിയാലും കോട്ടയവും തിരുവനന്തപുരവും ഒക്കെ തമ്മിൽ പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു കുറവെന്ന് പോലും പറയാൻ കഴിയില്ല, അല്ലേ? അതെ, അത് ശതമാന കണക്കിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 0.01% കുറവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് 99.7% വിജയ ശതമാനം. ഇത്തവണത്തേത് 99.69. ഫുൾ A+ നേടിയത് 71,831 വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടിയിരിക്കുന്നത്. 4,25,563 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുകയും ചെയ്തു. ഇതിൽ തന്നെ ഫുൾ A+ കണക്കുകൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഫുൾ A+, കഴിഞ്ഞ വർഷം 3,227 ഫുൾ A+, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ വർദ്ധിച്ചു എന്ന് മന്ത്രി പറയുകയുണ്ടായി. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയത്താണ്, 99.92. വിജയ ശതമാനം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലാണ്, 99.08. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലയായി പറഞ്ഞത് പാലയാണ്, അത് 100% വിജയമുണ്ട്. ഏറ്റവും കുറവ് വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ്, 99%. ഇത് മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം മന്ത്രി ഇന്ന് പറഞ്ഞത്, അടുത്ത തവണ അതായത് 2025 SSLC പരീക്ഷ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന രീതി ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് തീരുമാനമായിട്ടില്ല. പേപ്പർ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തു പരീക്ഷയിൽ ഒരു മിനിമം മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് പേപ്പർ രീതി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 100 മാർക്കിനായിരിക്കും പരീക്ഷ, അതിൽ 80 മാർക്ക് എഴുത്തു പരീക്ഷയായിരിക്കും. ആ 80 മാർക്കിന് 30% മാർക്ക് വാങ്ങിയിരിക്കണം. അതായത് 80-ന് 30% എന്ന് പറയുമ്പോൾ 24 മാർക്ക് കൃത്യമായി എഴുത്തു പരീക്ഷയിൽ വിദ്യാർത്ഥി വാങ്ങിയിരിക്കണം. ഇതോടൊപ്പം ഈ 24 മാർക്ക് വാങ്ങിയാൽ മാത്രമേ എഴുത്തു പരീക്ഷ പാസ്സാവുകയുള്ളൂ. അതുകൂടാതെ ഈ CE മാർക്കും കൂടെ ചേർത്തായിരിക്കും 100 മാർക്കിന് വാല്യൂ ചെയ്യുക. അപ്പോൾ 40 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയാണെങ്കിൽ 12 മാർക്ക് വിദ്യാർത്ഥി വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ അത് തീരുമാനമായിട്ടില്ല. ആ രീതി ആലോചിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കി. ഇതാണ് ഇന്നത്തെ ഈ അടുത്ത SSLC മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.